ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഐ എം ഒഫീഫ. കോക്രോച്ചിൻ്റെ മോർഫോളജിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചാൽ പെരിപ്ലാനേറ്റ അമേരിക്കാന, വിച്ച് ഈസ് എ കോമൺ ഇൻസെക്ട് ഫൗണ്ട് ഇൻ ആൻഡ് അറൗണ്ട് ഹ്യൂമൻ ഡ്വെല്ലിംഗ് സച്ച് ആസ് കിച്ചൺ, സ്റ്റോർ റൂം, വെയർഹൗസ് എക്സെട്ര. മെയിൻലി ഇതിൻ്റെ 4 സ്പീഷീസാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് വൺ പെരിപ്ലാനേറ്റ അമേരിക്കാന. ഇതാണ് ലാർജസ്റ്റ് കോക്രോച്ച് എന്ന് പറയപ്പെടുന്നത്. Which is nearly 5 centimeter long and also reddish brown in color. Second, Periplaneta australiacea. It is small reddish brown cockroach which is not more than 30 millimeter long. Third one, Blatta orientalis. It is dark brown cockroach which is about 2.5 centimeter long. Fourth one, Blatta germanica. ഇതാണ് ഏറ്റവും ചെറിയ കോക്രോച്ച്, which is only 10 to 12 millimeter long ആണ്. പെയിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ. പിന്നെ ഇതിൻ്റെ പ്രോതൊറാക്സിൽ 2 ഡാർക്ക് ബ്രൗൺ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രിപ്സ് ഉണ്ട്. നെക്സ്റ്റ്, ഹാബിറ്റാറ്റ് ഓഫ് ദ കോക്രോച്ച്. അതായത് കോക്രോച്ച് എന്ന് വെച്ചാൽ അതൊരു ഫാസ്റ്റ് റണ്ണിങ് നൊക്ടേണൽ ഇൻസെക്റ്റാണ്. പകൽ സമയങ്ങളിൽ ഇത് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നൈറ്റിൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് പുറത്തോട്ട് വരുന്നു. ഹോൾസ്, ക്രാക്സ്, സർവൈസസ് ഇൻ ഫ്ലോർ എക്സെട്ര ഇതൊക്കെയാണ് യൂഷ്വലി കോക്രോച്ച് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ദെൻ മോർഫോളജി ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ ബോഡി എന്ന് പറയുന്നത് സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. അതിന് മെയിനായിട്ട് 3 ഡിവിഷൻസ് ഉണ്ട്: ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഹെഡ് കണക്ട് ചെയ്തിരിക്കുന്നത് തൊറാക്സുമായിട്ടാണ് ബൈ എ ഷോർട്ട് മൊബൈൽ നെക്ക് ഓർ സെർവിക്കം. ആൻഡ് ഇതിൻ്റെ ബോഡീനെ കവർ ചെയ്തിട്ട് ഒരു കൈറ്റ്നസ് എക്സോസ്കെലിറ്റൺ ഉണ്ട്. കോക്രോച്ചിൻ്റെ ബോഡിയിൽ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ അതിനെയാണ് നമ്മൾ സ്ലിറൈറ്റ്സ് എന്ന് പറയുന്നത്. ഹെഡ് റീജിയനിലുള്ള സ്ലിറൈറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹാർഡ് ഹെഡ് ക്യാപ്സ്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തൊറാക്സിലും അബ്ഡോമനിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോർസൽ ആൻഡ് വെൻട്രൽ സ്ലിറൈറ്റ്സ് ഉണ്ട്. Dorsal sclerite is known as terga and ventral sclerite is known as sterna. സോ ഈ ടെർഗയും അതുപോലെ സ്റ്റേണയും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു മെംബ്രൈൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലൂറോൺ. ദെൻ ഹെഡ്. കോക്രോച്ചിൻ്റെ ഹെഡ് എന്ന് വെച്ചാൽ അത് പിയർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ അതിന് ടേപ്പറിങ് എൻഡ് ഉണ്ട്, ഫേസിങ് ഡൗൺവേർഡ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ 6 സെഫാലിക് സെഗ്മെൻറ്റ്സുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദി ഹെഡ് കൺസിസ്റ്റ് ഓഫ് മൗത്ത് പാർട്സ്, പെയർഡ് ആൻറ്റന ആൻഡ് കോമ്പൗണ്ട് ഐ. ആൻറ്റന എന്ന് വെച്ചാൽ ലോങ് ആയിട്ടുള്ള മൂവബിൾ ആൻഡ് മെനി ജോയിൻറ്റഡ്. ഈ ആൻറ്റന ഈസ് ആക്ച്വലി ടെക്ടൈൽ ഓർഗൻസും അതുപോലെ ഫീലറുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് മെംബ്രെയിനസ് പിറ്റ്സുമായിട്ടാണ്. അതിന് പറയുന്ന പേരാണ് ആൻറ്റിനറി സോക്കറ്റ്സ്. ഓരോ ആൻറ്റിനക്കും 3 പാർട്സാണ് ഉള്ളത്. ദേ ആർ സ്കേപ്പ്, പെഡിസൽ ആൻഡ് ഫ്ലാജെല്ല. സ്കേപ്പ് എന്ന് വെച്ചാൽ ലോങ് ബേസൽ സെഗ്മെൻ്റ് ആണ്. ഇത് ആൻറ്റിനറി പിറ്റുമായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. പെഡിസൽ എന്ന് വെച്ചാൽ ഷോർട്ട് സെക്കൻഡ് സെഗ്മെൻ്റ് ആണ്. ഫ്ലാജെല്ലം ഈസ് ദ ലോങ് ആൻഡ് മെനി ജോയിൻറ്റഡ് ടെർമിനൽ പാർട്ട്. ഓരോ ആൻറ്റിനൻ്റെ ബേസിന് വളരെ ക്ലോസ് ആയിട്ട് ഒരു സ്മോൾ സർക്കുലർ പാച്ച് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫെനസ്ട്ര ഓർ ഓസെല്ലാർ സ്പോട്ട്. ഹെഡ് ക്യാപ്സ്യൂളിൻ്റെ ടോപ്പിന് പറയുന്ന പേരാണ് വേർട്ടെക്സ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 2 കൈറ്റ്നസ് എപ്പിക്രേനിയൽ പ്ലേറ്റ്സ്. ഹെഡിൻ്റെ താഴെയായിട്ടും അതുപോലെ വേർട്ടെക്സിൻ്റെ ഫ്രണ്ടിലും 3 കൈറ്റ്നസ് പ്ലേറ്റ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രോൺസ്, ക്ലൈപ്പസ് ആൻഡ് ലൈബ്രം. ഫ്രോൺസിൻ്റെയും കോമ്പൗണ്ട് ഐൻ്റെയും ഇടയിലായിട്ട് അനദർ കൈറ്റ്നസ് പ്ലേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ചീക്ക് പ്ലേറ്റ്. ക്ലൈപ്പസിൻ്റെ 2 സൈഡിലും എന്തുണ്ട്? മാൻറ്റിബിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ദെൻ മൗത്ത് പാർട്സ്.
മൗത്ത് പാർട്ട് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് കവേർഡ് ബൈ എ കൈറ്റ്നസ് ലോബ്, അതിന് പറയുന്ന പേരാണ് ലേബ്രം. ഈ ലേബ്രം ആണ് അപ്പർ ലിപ്പ് ഫോം ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ലേബ്രം, mouth part is consisting of a pair of mandibles, a pair of maxilla, the labium and hypopharynx. കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്ടിനെ മാൻറ്റിബുലേറ്റ് ടൈപ്പ് എന്നാണ് പറയുക, വിച്ച് മീൻസ് ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ടൈപ്പ്. സോ ആദ്യത്തത് മാൻഡിബിൾ. മാൻഡിബിൾ കാണപ്പെടുന്നത് മൗത്തിൻ്റെ എയ്തർ സൈഡിലായിട്ടാണ്. ഇത് സ്ട്രോങ്, ഹാർഡ്, ഹൈലി കൈറ്റ്നൈസ്ഡ് ആയിട്ടുള്ള മൂവബിൾ പ്ലേറ്റ്സ് ആണ്. പിന്നെ ഇതിന് കട്ടിങ് എഡ്ജസ് കൂടി ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫുഡിനെ കട്ട് ചെയ്യാനും ക്രഷ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ജോ ആണ്. ആൻഡ് മാൻഡിബിൾസ് ആർ മൂവ്ഡ് ബൈ 2 sets of antagonistic muscles, adductors and abductors. Adductors which bring the mandible close together and the abductors draw them apart. Then maxilla. മാക്സില മൗത്ത് പാർട്ടിൻ്റെ ലോവർ സൈഡിലാണ് കാണപ്പെടുക. ദേ ആർ ദ അപ്പൻഡേജസ് ഓഫ് 5th സെഫാലിക് സെഗ്മെൻറ്റ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫുഡിനെ ഹോൾഡ് ചെയ്യാനും അതുപോലെ മൗത്തിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ മാക്സിലയും ബൈറാമസ് അപ്പൻഡേജ് ആണ്. ബൈറാമസ് മീൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇതിന് 2 ബേസൽ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ദേ ആർ കാർഡോ ആൻഡ് സ്റ്റൈപ്സ്. സ്റ്റൈപ്സിൽ നിന്ന് എറേസ് ചെയ്തിട്ട് 3 പ്രോസസ്സുകളുണ്ട്. ദാറ്റ് ഈസ് മാക്സിലറി പൾപ്പ്, ഗാലിയ ആൻഡ് ലാസീനിയ. മാക്സിലറി പൾപ്പ് ഈസ് 5 jointed. ഗാലിയ എന്ന് വെച്ചാൽ ഹാർഡ് ആൻഡ് ഹുഡ് ലൈക്കാണ്. ലാസീനിയ ഈസ് ഹാർഡ് ആൻഡ് ക്ലോ ലൈക്ക്. പിന്നെ അതിൽ കുറേ സ്ട്രോങ് ആയിട്ടുള്ള ബ്രിസ്റ്റിൽസും കാണാൻ വേണ്ടി പറ്റും. ദെൻ ലേബിയം. ലേബിയം എന്ന് പറയുന്നത് ലൈസ് ബിഹൈൻഡ് ദ മൗത്താണ്. ഇതാണ് ലോവർ ലിപ്പ് ഫോം ചെയ്യുന്നത്. ആക്ച്വലി ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2nd പെയർ ഓഫ് മാക്സിലയാണ്. ഇതിന് 2 ബേസൽ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ദേ ആർ സബ്മെൻറ്റം ആൻഡ് മെൻറ്റം. These represent the fused protopodites of the 2nd maxilla. പ്രീമെൻറ്റത്തിൽ നിന്ന് എറേസ് ചെയ്തിട്ട് 3 പെയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദേ ആർ ലേബിയൽ പൾപ്പ്, ഗ്ലോസേ ആൻഡ് പാരാഗ്ലോസേ. ലാബിയൽ പൾപ്പ് എന്ന് വെച്ചാൽ 3 jointed ആയിട്ടുള്ള സ്ട്രക്ചറാണ്. And each of them is borne on a small segment that is known as palpifer. പാരാഗ്ലോസയും ഗ്ലോസയും അതുപോലെ ഗാലിയ ആൻഡ് ലാസീനിയ ഓഫ് ദ മാക്സില എന്ന് വെച്ചാൽ സെയിം ആയിട്ടുള്ള സംഭവമാണ്. ബേസിലി ഗ്ലോസിയ ആൻഡ് പാരാഗ്ലോസിയ ഫ്യൂസ് ടു ഫോം പ്രീമെൻഡം. ലേബിയം എന്ന് പറയുന്നത് ഫീഡിങ്ങിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഗ്ലോസിയും പാരാഗ്ലോസിയും മൗത്തിൽ നിന്ന് ഫുഡ് പാർട്ടിക്കിൾസ് ഡ്രോപ്പ് ഔട്ട് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ ഹൈപ്പോഫാരിങ്സ്. ഹൈപ്പോഫാരിങ്സ് എന്ന് വെച്ചാൽ ടങ്ക് എന്നാണ് പറയപ്പെടുന്നത്. വിച്ച് ഈസ് എ ഫ്ലഷി കോണിക്കൽ സ്ട്രക്ചർ സീൻ ഓൺ ദ ബക്കൽ ഫ്ലോർ. ദെൻ thorax. So thorax consists of 3 segments: prothorax, mesothorax and metathorax. ഓരോ thoracic segments ഡോഴ്സലി ടെഗ്രം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ വെൻട്രലി സ്റ്റേണം കൊണ്ടും കവർ ചെയ്തിട്ടുണ്ടാവും. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പ്ലൂറോൺ വഴിയാണ്. ഓരോ thoracic segmentsലും ഒരു പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ് ഉണ്ട്. മീസോതൊറാക്സും മെറ്റാതൊറാക്സിലും എ പെയർ ഓഫ് വിങ്സ് ഉണ്ട്. മീസോതൊറാസിക് വിങ്സ് എന്ന് വെച്ചാൽ തിക്കായിരിക്കും, ഹാർഡായിരിക്കും, അതുപോലെ സർക്കുലർ ആയിരിക്കും. ബട്ട് അത് പറക്കാനൊന്നും യൂസ് ചെയ്യുന്നില്ല. ദേ ഓൺലി കവർ ആൻഡ് പ്രൊട്ടക്റ്റ് ദ മെറ്റാതൊറാസിക് വിങ്സ്. സോ ദേ ആർ കോൾഡ് എലിട്ര ഓർ വിങ് കവേഴ്സ്.
ബട്ട് മെറ്റാതൊറാസിക് വിങ്സ് എന്ന് വെച്ചാൽ തിന്നാണ്, മെംബ്രെയിനിയസ് ആണ്. ഇത് പറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വിങ്സ് ഈസ് ആക്ച്വലി മെംബ്രെയിനസ് എക്സ്പാൻഷൻ ഓഫ് ദ സ്കിന്നാണ്. പിന്നെ ഇതിൽ റിബ്സ് പോലെയുള്ള റിഡ്ജസ് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് നെർവ്യൂസ്. നെർവ്യൂസ് എന്ന് വെച്ചാൽ ഹോളോ ആയിട്ടുള്ള ബ്ലഡ് ഫിൽഡ് നിംഫാണ്. അതുപോലെ അഡൽട്ടിൻ്റെ കേസിൽ അതിൽ എയർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ദെൻ വാക്കിംഗ് ലെഗ്സ്. thoracic legs are used for walking, running, climbing, etc. ഓരോ ലെഗിനും 5 പാർട്സ് ആണുള്ളത്. കോക്സ, ട്രോക്കാൻഡർ, ഫീമർ, ടിബിയ, ടാർസസ്. കോക്സ എന്ന് വെച്ചാൽ അതൊരു ബേസൽ സെഗ്മെൻ്റ് ആണ്. ഇത് തൊറാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഫീമർ, ടിബിയ ആൻഡ് ടാർസസ് എന്ന് വെച്ചാൽ അതിൽ കുറേ ഷാർപ്പായിട്ടുള്ള ബ്രിസ്റ്റൽസ് കാണാൻ വേണ്ടി പറ്റും. ടാർസസ് എന്ന് വെച്ചാൽ 5 സെഗ്മെൻറ്റഡ് ആണ്. അതിൻ്റെ സെഗ്മെൻറ്റ്സിനെ ടാർസോമിയേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ടാർസോമിയറിൻ്റെ ജംഗ്ഷനിലായിട്ട് കുറേ അഡിസീവ് പാഡ് കാണപ്പെടും. സ്മോൾ അഡിസീവ് പാഡ്സ് ആർ പ്രസൻറ്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ടാർസോമിയർ. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാന്റുലേ. ലാസ്റ്റ് ടാർസൽ സെഗ്മെൻറ്റിനെ പ്രീ ടാർസസ് എന്നും കൂടി പറയുന്നു. ഇറ്റ് എൻഡ്സ് ഇൻ 2 ക്ലോസ്. പിന്നെ ഈ ക്ലോസിൻ്റെ ഇടയിലായിട്ട് ഒരു സോഫ്റ്റ് ഹെയറി പാഡ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് എറോലിയം ഓർ പൾവിലസ്. ദെൻ അബ്ഡോമൻ. അബ്ഡോമൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 10 സെഗ്മെൻറ്റ്സ്. ടിപ്പിക്കലി ഓരോ സെഗ്മെൻറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ടെർഗം, സ്റ്റേർണം ആൻഡ് പ്ലൂറ, ഈ 3 കാര്യങ്ങളുണ്ട്. ഒരു കോക്രോച്ചിൽ 10 ടെർഗാസും അതുപോലെ 9 സ്റ്റേർണാസുമാണ് ഉള്ളത്. 10th സ്റ്റേർണം എന്താണ്? ആബ്സെൻ്റ് ആണ്. 8th ടെർഗം ഇൻ മെയിലും അതുപോലെ 8th ആൻഡ് 9th വൺ ഇൻ ഫീമെയിലും. ദേ ആർ ലാർജ്ലി കവേർഡ് ബൈ 7th ടെർഗം. അതേപോലെ 10th ടെർഗം എന്ന് വെച്ചാൽ ബൈലോബ്ഡ് ഇൻ സ്ട്രക്ചറാണ്. ഇത് ബോഡീൻ്റെ ബാക്ക് സൈഡിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ 7th സ്റ്റേർണം ഇൻ ഫീമെയിൽ എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ് ആൻഡ് അതിനൊരു ബോട്ട് ഷേപ്ഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പോഗോണിയം. ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പൗച്ച് വഴിയാണ്, വിച്ച് ഈസ് കോൾഡ് ബ്രോഡ് പൗച്ച്. ഒരു ബ്രോഡ് പൗച്ചിന് 2 പാർട്സാണ് ഉള്ളത്. ആൻറ്റീരിയർ ഗൈനേറിയം അല്ലെങ്കിൽ ജെനിറ്റൽ ചേംബർ എന്ന് പറയും. പിന്നെ ഉള്ളത് പോസ്റ്റീരിയർ ഊത്തിക്കൽ ചേംബർ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഈ ഗൈനേറിയത്തിലാണ്. അതുപോലെ എക്കേസിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ഊത്തിക്കൽ ചേംബറിലും. 10th സെഗ്മെൻറ്റിൽ നിന്ന് എറേസ് ചെയ്തിട്ടുള്ള ഒരു പെയർ ഓഫ് മിനി ജോയിൻറ്റഡ് പ്രോസസ്സുകളുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് anal cerci. In addition to this, a pair of unjointed anal scales are present in male on the side of the 9th segment. അതുപോലെ 10th സെഗ്മെൻറ്റിൽ ടെർഗത്തിൻ്റെ താഴെയായിട്ടാണ് ഏനസ് കാണപ്പെടുക, വിച്ച് ഈസ് ഗാർഡഡ് ബൈ കൈറ്റ്നസ് പ്ലേറ്റ്സ് നോൺ ആസ് പോഡിക്കൽ പ്ലേറ്റ്സ്. പിന്നെ ജെനറ്റൽ ഓപ്പണിങ്സ് കാണപ്പെടുക ഏനസിൻ്റെ താഴെയാണ്. അതിന് ചുറ്റും മോഡിഫൈഡ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഗോണപ്പോഫൈസസ്. ഫീമെയിലിൽ ഗോണോപ്പോഫൈസസിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഓവി പോസ്റ്ററായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൺ ദ പ്ലൂറ ഓഫ് ദ 2nd and 3rd thoracic, അതേപോലെ അബ്ഡോമിനലിലുള്ള ഫസ്റ്റ് 8 സെഗ്മെൻറ്റ്സിലും ആയിട്ട് നമുക്ക് 10 പെയറിലായിട്ടുള്ള റെസ്പിറേറ്ററി ഓപ്പണിങ്സ് കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് സ്പൈറക്കിൾസ് അല്ലെങ്കിൽ സ്റ്റിഗ്മാറ്റ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.